सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः। धोभिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां ददाना हस्तेनैकेन पद्मं सिधमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखा वन्दे वाल्मीकिकोकिलम्। वाल्मीकिर्मुनिसिंहस्य कवितावनचारिणः शृण्वन् रामकथानादं को न याति परां गतिं यः पिबन् सततं रामचरितामृतसागरम्। अतृप्तस्तं मुनिं वन्दे प्राचेतसमकल्मषम्। गोष्पदीकृतवाराशिं मशकीकृतराक्षसं रामायणमहामाला रत्नं वन्दे अनिलात्मजम्। अञ्जनानन्दनं वीरं जानकीशोकनाशनं कपीशम् अक्षहन्तारं वन्दे लङ्काभयङ्करम्। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतं नमत राक्षसान्तकम्। नमः परमर्षिभ्यो नमः परमर्षिभ्यः। हरिः ओम्। जानकीकान्तस्मरणं जय जय राम राम। तेन गत्वा पुरीं लङ्कां हत्वा रावणमाहवे रामः सीतामनुप्राप्य परां व्रीडमुपागमत्। ഇന്നലെ ആ രാവണ വധം ഉദ്യമനമായി ബന്ധപ്പെട്ട് സീതയെ തിരിച്ച് തൻ്റെ പക്കൽ എത്തിക്കാനുള്ള വഴി കടൽ മാർഗത്തിൽ ഒരു സേതു പണിയാനുള്ള ഉദ്യമം വരയ്ക്കും നമ്മൾ വിചാരം ചെയ്തു. സീത ജ്ഞാനമാണ്. രാമൻ ആ ജ്ഞാനത്തെ തേടി അലയണ ഒരു സാധകൻ. ജ്ഞാനം വേറെയല്ല എന്നതിൻ്റെ ഉദാഹരണം ജ്ഞാനത്തോടു കൂടിയിരുന്നു സാധകൻ. ജ്ഞാനം വേറെയല്ല, സാധകൻ വേറെയല്ല എന്ന് പ്രാണസമമായിട്ടിരുന്ന് ആ സീതാരാമൻ
സംസാരം ആകുന്ന ആഗ്രഹം ആകുന്ന മായ, അതിനാൽ ജ്ഞാനം തദ്ദൂരേ, ഏതോ ദൂരെ ഇരിക്കുന്നത് പോലെ തോന്നണം. ഇതുപോലെ സീതയെ ഒരു കടലിനപ്പുറത്ത് കൊണ്ടുവച്ചു അത്ര. തിരിച്ച് ആ സീതയെ തേടിയുള്ള യാത്ര, ഒരു പാത, ഒരു സേതു. ആ സേതുവാണ് ധർമ്മം. അതാണ് അമൃതത്വത്തിലേക്കുള്ള സേതു എന്ന് ഉപനിഷത്ത് പറയണത്. തമൈവൈകം ജാനത ആത്മാനം അന്യാവാചാ വിമുഞ്ചത അമൃതസ്യ യേശ സേതു. അമൃതത്വത്തിലേക്കുള്ള വഴി. ജസ്റ്റ് ഒരു തത്വം, അത്രയേ ഉള്ളൂ. ഇവിടെ തപസ് ശരിയാണെങ്കിൽ പ്രകൃതിയിൽ എന്തൊക്കെയാണോ നമ്മൾ സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത് വച്ചിരിക്കുന്നത് അതുകൂടെയും നമുക്ക് അനുകൂലമായിട്ട് വരും. എന്ന് വെച്ചാൽ കല്ല് വെള്ളത്തിലിട്ടാൽ താഴ്ന്നു കിടക്കണം. ഇതാണ് സയന്റിഫിക്കലി പ്രൂവൻ. ഇവിടെ രാമൻ പണിയണ സേതു, അതിൽ വാനരന്മാര് രാമനാമം എഴുതി കടലിലെ വെള്ളത്തിൻ്റെ മേലേക്ക് ഇട്ടാൽ ആ കല്ലുകളൊക്കെ പൊങ്ങിക്കിടക്കുന്നു. സയൻസിന് വിരുദ്ധം. എന്ന് വെച്ചാൽ ലക്ഷ്യം സത്യമാണെങ്കിൽ, സത്യമാർഗത്തിലാണ് നമ്മുടെ യാത്രയെങ്കിൽ ചിലപ്പോൾ മിറാക്കിൾ വിൽ ഹാപ്പൻ. എന്തു വേണമെങ്കിലും സംഭവിക്കാം അല്ലേ? ആ തപസ് ദൃഢനിശ്ചയം ഉറച്ചതായിരിക്കണം. അതിലെന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ, കുറച്ചെങ്കിലും അഭിമാനവൃത്തി വന്നാൽ അത് വീണു പോകും. അതിന് ഉദാഹരണം, എല്ലാ വാനരന്മാരും രാമ എന്ന നാമം എഴുതിയിട്ടാണ് കടലിൽ ഈ കല്ലിടുന്നത്. രാമൻ നോക്കിയപ്പോഴും ഒരു അതിശയം. എന്താന്ന് വെച്ചാൽ തൻ്റെ നാമം എഴുതിയിരിക്കണോ കല്ലിൽ പൊങ്ങിക്കിടക്കണോ. ഇത് കണ്ടിട്ട് രാമൻ കുറച്ചങ്ങോട്ട് മാറി ആ സമുദ്രത്തിൽ ഒരു കല്ലെടുത്തിട്ട്, അല്ലെ, എൻ്റെ പേരെഴുതിയിട്ട് ഇട്ടപ്പോഴാണല്ലോ ഇത് പൊങ്ങിക്കിടക്കുന്നത്, ഞാനൊരു കല്ലെടുത്ത് അങ്ങോട്ട് ഇടാം എന്ന് വിചാരിച്ച് ഭഗവാൻ ഒരു കല്ലെടുത്ത് അങ്ങോട്ട് വെച്ചപ്പോൾ ആ കല്ല് താന്നു പോയത്ര. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സ്ലിപ്പായി ഒക്കെ വീണ അടുത്ത് ആരെങ്കിലുമൊക്കെ കണ്ടോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കിലല്ലേ ആഞ്ജനേയർ രാമനെ വിട്ട് പിരിയേയില്ല. എവിടൊക്കെ രാമനുണ്ടോ രാമന്റെ പിന്നാലെ ഇരിക്കും അത്ര. അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഹനുമാൻ സ്വാമി അങ്ങനെ ഇരിക്കണു. അപ്പൊ ചോദിച്ചു, ഹനുമാരെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, ഞാൻ കണ്ടു ഭഗവാനെ, ഞാൻ കണ്ടു ഭഗവാനെ, വിഷമിക്കണ്ട. എന്താന്ന് വെച്ചാൽ ഇവിടെ ഹനുമാൻ ഒരു കാര്യം പറയും. അവരെല്ലാം അങ്ങയുടെ നാമം, ഭഗവത് നാമം എഴുതിയിട്ട് ഭക്തിപൂർവം വെള്ളത്തിലിട്ടപ്പോ ആ കല്ലൊക്കെ പൊങ്ങിക്കിടന്നു. കാരണം എല്ലാം ഈശ്വര അർപ്പിതമായിട്ട് ചെയ്തപ്പോ കല്ല് പൊങ്ങിക്കിടന്നു. നേച്ഛയാകൃതം അല്ലേ? വാനരന്മാർക്ക് എന്തിച്ഛ? ഭഗവത് കാര്യമാണ് അവിടെ ചെയ്യണത്, ഭഗവത് ഉദ്യമമാണ് അവിടെ ചെയ്യണത്. പണിയെടുക്കണു, പക്ഷെ പണിയിൽ ഈശ്വര ആരോപിതമായി പണിയെടുക്കണു, ഈശ്വര അർപ്പിതമായിട്ട് പണിയെടുക്കണു. അതുകൊണ്ട് ആ കല്ലൊക്കെ പൊങ്ങിക്കിടക്കണു. ഭഗവാൻ എന്ത് ചെയ്തു അല്ലേ? ഭഗവാന്റെ കയ്യിൽ നിന്നും ഈ കല്ല് ചുവട്ടിൽ, അവരൊക്കെ ഭഗവാനോട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് അല്ലേ? ഭക്തി ചെയ്യുമ്പോഴേ ആ കല്ലൊക്കെ പൊങ്ങിക്കിടക്കുന്നു. കാരണം താഴെ സംസാരമാകുന്ന ആഴത്തിൽ വീഴാതെ പൊങ്ങിക്കിടക്കുന്നു. അതേസമയം ഈ കല്ലുണ്ടല്ലോ ഭഗവാന്റെ കയ്യിൽ നിന്ന് പോയതാണ്. ഭഗവാന്റെ കയ്യിൽ നിന്ന് പോയ കല്ല് പൊങ്ങുമോ? അല്ലെങ്കിൽ ഭഗവാന്റെ അത്ര ഉയർന്നു നിൽക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ എൻ്റെ നാമം എന്നൊരു അഭിമാനവൃത്തി ഒരു സെക്കൻഡിൽ വന്നു. അത് ഈശ്വരന്മാർക്കുണ്ടാവാം, ജ്ഞാനികൾക്കുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷേ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ താണ്ടിപ്പോണം അല്ലേ? അത് ഒരു സ്കിപ്പ് വരുമ്പോഴേ നമ്മൾ അതിനെ താണ്ടുക.
അതുകൊണ്ടാണ് നിത്യം ആത്മവിചാരം ചെയ്യണം എന്ന് പറയണതിന്റെ കാരണം, എല്ലാ ആത്മവിചാരം ചെയ്യണവർക്കും സത്സംഗം കേൾക്കണവർക്കും ഒക്കെ ചിലപ്പോൾ മനസ്സ് കുറച്ചു നേരത്തെ ഇങ്ങോട്ട് സ്കിപ്പായി, ചിലപ്പോൾ വിഷമം ഒക്കെ വരും. ആ ടൈമിൽ ഈ വേദാന്ത ശാസ്ത്രത്തെയും ഗുരുവചനത്തെയും നമ്മൾ അടിക്കടി ആവർത്തി രസകൃതർ വീണ്ടും 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 കേട്ടുകൊണ്ടേ ഇരുന്നാൽ നമ്മൾ വീണ്ടും കറക്റ്റ് ട്രാക്കിലാവും. ഇതൊരു സന്ദർഭം പറഞ്ഞു പോയതേ ഉള്ളൂ. ഇങ്ങനെ ഒരു വലിയ ഉദ്യമം നടന്നു, ലങ്കയിലെത്തി, ഹത്വാ രാവണമാഹവേ, ആ രാവണനെ വധിച്ചു. അതിൻ്റെ ഇടയിലെല്ലാം വിസ്താരമായിട്ടുള്ള കഥകളും ഉപദേശങ്ങളും ഒക്കെ ഉണ്ട്. ഓരോ തത്വത്തെ കഥാരൂപത്തിൽ, അതൊക്കെ നമുക്ക് ഉപദേശമാണ്. അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ ഉണ്ട്. ആ സന്ദർഭം നമുക്ക് പോകെ 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 കാണാം. ഹത്വാ രാവണമാഹവേ രാമസീതാമനുപ്രാപ്യ, ഉദ്യമം വിജയിച്ചു. രാമൻ സീതയുമായിട്ട് ഒരുമിച്ച് കൂടി. പരാം വ്രീഡാമുപാഗമത്, പക്ഷേ ഒരു പ്രൗഢിക്കുറവ് രാമന് തോന്നി അത്ര. നോക്കൂ, അഭിമാനികൾ, ധർമ്മം ആചരിക്കണവർക്ക് ഒരു കുഴപ്പം അതാണ്, ഒരു പ്രൗഢിക്കുറവ് വരും, ഒരു ഷെയിം വരും അല്ലെ. ഇത്ര നാള് പരഗ്രഹത്തിലിരുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ പരരാജ്യത്തിലിരുന്ന ഒരു സ്ത്രീ, ഇത്ര നാള് പരരാജ്യത്തിലിരുന്ന തൻ്റെ പത്നി, അല്ലെങ്കിൽ പരഗ്രഹത്തിലിരുന്ന തൻ്റെ പത്നി, ആ പത്നിയില് നാളെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ആരോപിക്കും എന്നുള്ളതിനെ ദീർഘവീക്ഷണത്തോടു കൂടി കണ്ട് രാമൻ അഗ്നിപരീക്ഷ ചെയ്യണം എന്ന് പറഞ്ഞു അത്രയും. തമുവാച തതോ രാമഃ പുരുഷം ജനസംസദി ആമൃഷ്യമാണാസ സീതാ വിവേശജ്വലനം സതീ. ജനക്കൂട്ടത്തിന്റെ മധ്യത്തില് സീതാദേവിയോട് രാമൻ ഉപദേശിക്കാണ്, അഗ്നിപരീക്ഷ ചെയ്യണം. കാരണം പരഗ്രഹത്തിലിരുന്നിട്ട് വരികയാണ്. സീതയെ രാമന് ഒരു തരത്തിലും ഡൗട്ടില്ല. ഒരു ധർമ്മം പാലിക്കണ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ക്ഷത്രിയന്റെ ഒരു പ്രധാന ഉദ്യമമാണ് രാമൻ നടത്തത്. കാരണം സീത തൻ്റെ ധർമ്മപത്നിയെ നാളെ ആരും കുറ്റം പറയരുത്, അല്ലെങ്കിൽ നാളെ ആരും പഴിചാരരുത്. അതുകൊണ്ട് അതിനെ പെർഫെക്റ്റ്ലി ആളുകളുടെ മുമ്പിൽ ഒരു അഗ്നിപരീക്ഷ നടത്തണം. ആ അഗ്നിപരീക്ഷയിലേക്ക് സീത പ്രവേശിക്കുകയാണ്. തതോ അഗ്നിവചനാത് സീതാം ജ്ഞാത്വാ വിഗതകൽമഷാം കർമ്മണാ തേന മഹതാ ത്രൈലോക്യം സചരാചരം. ഇത് കേട്ടുടൻ സീത അഗ്നിപ്രവേശനം ചെയ്ത് ആ അഗ്നിവചനത്താൽ സീതയ്ക്ക് ദോഷമൊന്നുമില്ല എന്ന അഗ്നി പറഞ്ഞു അത്രേ. അങ്ങനെ ഈ ത്രിലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതായിട്ടുള്ള സീതയുടെ ചാരിത്ര്യം, പരിശുദ്ധമാണ് സീത എന്ന് ലോകർക്ക് മുഴുവൻ മനസ്സിലായി. രാമന് സംശയമില്ല. ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് കാണേണ്ടത്, രാമൻ സംശയിച്ചല്ലോ, അതുകൊണ്ട് എനിക്കും വീട്ടിലൊക്കെ പോയി സംശയിക്കാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട. രാമന് സംശയമേ ഇല്ല. കാരണം രാമന് നാളെ സീതയ്ക്ക് പേരുദോഷമുണ്ടാവരുത് എന്നൊരു ഭർത്തൃധർമ്മം അവിടെ പരിപാലിക്കണം. അതുകൊണ്ട് സതേവ ഋഷിഗണാം തുഷ്ടം രാഘവസ്യ മഹാത്മനഃ ഭവൗ രാമഃ സംപ്രഹൃഷ്ടഃ പൂജിതഃ സർവദൈവതൈഃ. സർവദേവ ഋഷിഗണങ്ങൾക്കൊക്കെ സന്തോഷമായി രാമന്റെ ഈ മഹത്തരമായ കർമ്മം. രാഘവൻ രാവണ നിഗ്രഹം ചെയ്ത് വന്നതില് സർവദേവന്മാരും സംതൃപ്തനായി, സർവദേവന്മാരാലും പൂജിക്കപ്പെട്ടവനായി മാറിയിരിക്കുന്നു രാമൻ. അഭിഷിച്യ ച ലങ്കായാം രാക്ഷസേന്ദ്രം വിഭീഷണം കൃതകൃത്യസ്തതാ രാമഃ വിജ്വര പ്രമുമോദഃ. അഭിഭിഷ്യ ച ലങ്കായാം രാക്ഷസേന്ദ്രം വിഭീഷണം. ആ രാക്ഷസേന്ദ്രനായിട്ടുള്ള വിഭീഷണന്, ആ രാക്ഷസന്മാരുടെ ഇടയിലും പരമസത്വികനായിട്ടുള്ള വിഭീഷണൻ, പരമശിവഭക്തൻ,
ആ വിഭീഷണനെ ലങ്കാരാജ്യത്തിന്റെ പതിയാക്കി അഭിഷേകം ചെയ്തു. ലങ്കാ നഗരത്തിലെ വിഭീഷണൻ രാമനോടൊത്ത് രാമപ്രീതി വേണമെന്നും രാമനോടൊത്ത് നിൽക്കണമെന്നും ആഗ്രഹിച്ചു. ഇതൊരു കൺഫ്യൂഷൻ രാമന് ഈ കുരങ്ങന്മാരോടൊത്തൊക്കെ ചോദിക്കാതെ പറ്റില്ല. കാരണം ഒരു രാജാവിന് തൻ്റെ പ്രജകളുടെ ഇച്ഛ വേണം. അങ്ങനെ ചോദിക്കുകയാണ്. ആദ്യം സുഗ്രീവനോട് ചോദിച്ചു. സുഗ്രീവൻ പറഞ്ഞു കേറ്റാൻ പറ്റില്ല, വിഭീഷണനെ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആരെന്നറിയാമോ? രാവണന്റെ സഹോദരനാണ്, സ്വന്തം സഹോദരനെ ഒറ്റിയ ആളാണ്, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വാനരന്മാരൊക്കെ പറഞ്ഞു രാവണന്റെ കളിയാണിതെല്ലാം, അതുകൊണ്ട് എടുക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതേ സമയത്ത് ഈ സുഗ്രീവ വചനം കേട്ടിട്ട് ലക്ഷ്മണൻ രാമനെ നോക്കി ചിരിച്ചു, രാമൻ ലക്ഷ്മണനെ നോക്കി ചിരിച്ചു. എന്താന്ന് വെച്ചാൽ ഈ സുഗ്രീവൻ ചെയ്തതും അതാണ്. വാലിയെ അല്ലേ, വാലി ആരാ? സഹോദരനാണ്. അപ്പോ സുഗ്രീവൻ ചെയ്തതൊക്കെ മറന്നുപോയി. രാവണനോടൊത്ത് വിഭീഷണൻ ചെയ്തതിനെയൊക്കെ ഉയർത്തി വെച്ചു അത്രേ. അങ്ങനെ രാമൻ പറഞ്ഞു ഇനി അവിടെ പോയിട്ട് ഇനി 10 തലയുള്ള ആളെയാണ് കണ്ടതെങ്കിലും രാവണനാണ് കൂടെയും, ഇനി ഈശ്വര അർപ്പിതമായിട്ട് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. സത്യമാർഗത്തെ തേടണമെങ്കിൽ അഭയം സർവഭൂതേഭ്യോ ദദാമിയേ തത്വ്രതം മമ, അവർക്കെല്ലാം അഭയം കൊടുക്കലാണ് എൻ്റെ വ്രതം എന്ന് ഭഗവാൻ പറഞ്ഞു അത്രേ. ഇടയിൽ ഒരു തത്വത്തെ അങ്ങോട്ട് തരണോ, അതൊക്കെ നമുക്ക് പോകുമ്പോൾ കാണാം. അഭയം സർവഭൂതേഭ്യ, സർവഭൂതങ്ങളിലും എനിക്ക് അഭയം കൊടുക്കണം, അതാണ് എൻ്റെ വ്രതം. വേറെ ഒരു വ്രതവുമില്ല, അഭയം എൻ്റെ സ്വരൂപമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ആ വിഭീഷണനെ അവിടെ രാജാവാക്കി. രാമൻ ആരാ? കൃതകൃത്യൻ എന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ചെയ്യണമെന്നർത്ഥം. എന്താണോ വേണ്ടത് അത് ചെയ്യണോ, ദാറ്റ് ഈസ് കൃതകൃത്യത. കൃത്യം കൃത്യമായിട്ട് ചെയ്യല് എന്നർത്ഥം. കൃത്യം എന്ന് പറഞ്ഞാൽ കർമ്മം എന്നർത്ഥം. ആ കർമ്മം കൃത്യമായിട്ട് ആര് ചെയ്യണോ, ചെയ്യേണ്ടത് ആര് ചെയ്യണോ, അവനാണ് കൃതകൃത്യൻ എന്ന് പറയുന്നത്. അങ്ങനെ കൃതകൃത്യനായ രാമൻ വളരെയധികം സന്തുഷ്ടനായി, പ്രമോദനായി, പ്രശാന്തനായി ദേവതാഭ്യോ വരം പ്രാപ്യ സമുത്ഥാപ്യ ച വാനരാൻ അയോധ്യാം പ്രസ്ഥിതോ രാമഃ പുഷ്പകേണ സുഹൃത് വ്രതഃ. ആ യുദ്ധത്തില് ജീവത്യാഗം ചെയ്തിട്ടുള്ള വാനരന്മാർക്ക് ദേവന്മാരിൽ നിന്നും കിട്ടിയ വരങ്ങൾ കൊണ്ട് അവരെയൊക്കെ പുനർജീവിപ്പിച്ചു രാമൻ. സുഹൃത്തുക്കളോടുകൂടി, ആരാ സുഹൃത്തുക്കൾ? ഈ വാനരപ്പടകളോടുകൂടി പുഷ്പക വിമാനത്തില് അയോധ്യയിലേക്ക് രാമൻ പുറപ്പെട്ടു. ഭരദ്വാജാശ്രമം ഗത്വാ രാമഃ സത്യപരാക്രമഃ ഭരതസ്യാന്തികേ രാമഃ ഹനുമന്തം വ്യസർജയത്. അങ്ങനെ ഭരദ്വാജാശ്രമത്തിലേക്ക് രാമൻ എത്തി. ആരാ രാമൻ? സത്യപരാക്രമനായിട്ടുള്ള രാമൻ. എന്താ രാമൻ പറഞ്ഞിരിക്കുന്നത്? ഞാൻ തിരിച്ചെത്തിയ ഉടൻ ഭരത, നിന്നെ ഞാൻ അടുത്തേക്ക് വിളിക്കാം. ഭരതസ്യാന്തികേ രാമഃ, രാമന്റെ ദൂതനെ ഭരതന്റെ അടുത്ത്, അന്തികെ തൊട്ടടുത്തേക്ക് വിട്ടു. ആരാ? ഹനുമന്തം വ്യസർജയത്, ആ ഹനുമാനെയാണ് വിട്ടിരിക്കുന്നത്. പുനരാഖ്യായികാം ജൽപ്പൻ സുഗ്രീവസഹിതസ്തതാ പുഷ്പകം തത് സമാരുഹ്യ നന്ദിഗ്രാമം യയൗ തഥാ. സുഗ്രീവനോടൊത്ത് രാമൻ നന്ദിഗ്രാമത്തിലേക്ക് പോയി. നന്ദിഗ്രാമം എന്ന് പറയുന്നത് അയോധ്യയിൽ നിന്നും 40 കിലോമീറ്റർ അപ്പുറത്തുള്ള, ഭരതൻ അവിടെ നിന്നിരുന്നിട്ടാണ് രാജ്യഭരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അയോധ്യ രാജധാനിയിലേക്ക് പോയിട്ടില്ല. ആ ദൂരെയുള്ള ഒരു ബോർഡർ സൈഡിൽ ഇരുന്നിട്ടാണ്, ഏകാന്തവാസത്തിൽ ഇരുന്നിട്ടാണ് രാജ്യഭരണം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അങ്ങടേക്ക് പോയി.
നന്ദിഗ്രാമേ ജഡാം ഹിത്വാ ഭ്രാതർഭിഃ സഹിതോ നഖഃ രാമസീതാമനുപ്രാപ്യ രാജ്യം പുനരാപ്തവാൻ. നന്ദിഗ്രാമേ ജഡാം ഹിത്വാ 14 വർഷം വനവാസത്തില് രാമൻ ഒരു സന്യാസ ജീവിതം പോലെയാണ് നയിച്ചിരുന്നത്. പ്രശാന്തനായിട്ടാണ് രാമൻ യുദ്ധം കൂടെ ചെയ്തത്. രാമായണം നോക്കിയാൽ നമുക്കറിയാം, രാമൻ ഒന്നും അർജുനനെ പോലെ ടെൻഷനൊന്നും ആയിട്ടില്ല. ആരെ യുദ്ധം ചെയ്താലും പ്രശാന്തനായിട്ട്, വിത്തൗട്ട് എനി ടെൻഷൻ, രാമ ഹാഡ് പെർഫോംഡ് യുദ്ധ. ആ യുദ്ധം വളരെയധികം നിർമ്മലമായിട്ടാണ് യുദ്ധം ചെയ്തിരിക്കുന്നത്. ഒരു പ്രോബ്ലവും ഇല്ലാതെ, ഒരു വിഷമം പറയാതെ, ഒന്നും ഇല്ലേ. വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ എന്ത് ചെയ്തു? വെളിയിൽ പോയപ്പോ യുദ്ധം വന്നപ്പോഴേ ആടിപ്പോയി അല്ലേ. സ്വജനങ്ങളെ കണ്ടപ്പോഴും രാമൻ ആടിപ്പോയതേ ഇല്ല. ഒരു പക്ഷേ നമുക്ക് പറയാം അവിടെ സ്വജനമല്ലോ നിന്നത് എന്ന് പറയാം. എന്നാലും യുദ്ധത്തില് താടകയെ വധിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയാണ്, ആ സ്ത്രീക്ക് ധർമ്മവിരുദ്ധമല്ലേ എന്ന് പറഞ്ഞപ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ വാക്ക് കേട്ട് ഒരു തരത്തിലും ടെൻഷൻ ഇല്ലാതെ ചെയ്തു. പക്ഷെ ഇവിടെ കൃഷ്ണൻ അടുത്തിരുന്ന് എത്രയോ ഉപദേശിച്ചു, പക്ഷെ പറ്റണില്ല അല്ലേ. ചഞ്ചലം ഹി മനഃകൃഷ്ണ, എൻ്റെ മനസ്സ് ചഞ്ചലമായി കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ഗുരുവചനത്തില് ഹി ഹാഡ് ബീൻ ഇൻ എ ട്രാക്ക് ആൻഡ് ഹി പെർഫോംഡ് യുദ്ധം ചെയ്തു. അതാണ് രാമന്റെ ഒരു വ്യത്യാസം. അങ്ങനെ ആ രാമൻ ആ സന്യാസ ജീവിതമായിട്ട് വന്നപ്പോ ജഡയൊക്കെ വന്നു. ആ ജഡയെല്ലാം നന്ദിഗ്രാമത്തിൽ പോയി കട്ട് ചെയ്ത് കളഞ്ഞു. ഭ്രാതർഭിഃ സഹിതോ നഖഃ, അനഘനായിട്ടുള്ള ശുദ്ധനായിട്ടുള്ള രാമൻ ആ ഭ്രാതൃത്വത്തോടു കൂടി, ആ ബ്രദർഹുഡ്, അവിടെയാണ് ആ വാക്ക് സത്യപരാക്രമം, തൻ്റെ സഹോദരനോടൊത്ത് എവിടേക്ക് പോയി? അയോധ്യയിലേക്ക് പോയി. അങ്ങനെ അയോധ്യ നഗരത്തിൽ പോയി അയോധ്യ രാജ്യത്തെ സ്വീകരിച്ചു രാമൻ. പ്രഹൃഷ്ടമുദിതോ ലോകഃ തുഷ്ടപുഷ്ടസുധാർമികഃ നിരാമയോ ഹ്യരോഗശ്ച ദുർഭിക്ഷഭയവർജിതഃ. പ്രഹൃഷ്ടമുദിതോ ലോകഃ, ലോകർക്കെല്ലാം നല്ല സന്തോഷം വന്നു, പുഷ്ടി വന്നു, ധർമ്മം അവിടെ പുനഃസ്ഥാപിച്ചു. നിരാമയഃ, രോഗമില്ലാത്തവരായി മാറി, ദുർഭിക്ഷയൊക്കെ അങ്ങോട്ട് മാറി, ഭയമൊക്കെ മാറി. ന പുത്രമരണം കേചിത് ദ്രക്ഷയന്തി പുരുഷാ ക്വചിത് നാര്യശ്ച അവിധവാ നിത്യം ഭവിഷ്യന്തി പതിവ്രതാഃ. ന പുത്രമരണം, ഒരു പുത്രനും അവിടെ മരിക്കണില്ല. കേചിത്ത്, എന്താ പുത്രമരണം എന്ന് പറഞ്ഞാൽ എന്താണോ അസ്വാഭാവികമായിട്ട് നടക്കണത്. സ്വാഭാവികമായിട്ട് എന്ത് നടക്കും? മരണമൊക്കെ നടക്കും. ഒരിടത്ത് സ്വാമി പറഞ്ഞ് കേട്ടതാണ്, ഒരു മഹാപുരുഷന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ആശീർവാദം വേണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു, ദ ഗ്രാൻഡ് ഫാദർ ഡൈസ്, ദ ഫാദർ ഡൈസ്, ദ സൺ ഡൈസ്. അപ്പോൾ അയാൾ ചോദിച്ചു അത്രേ, സ്വാമിജി ഞാനൊരു ആശീർവാദം ചോദിച്ചപ്പോൾ നിങ്ങൾ മരണത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ആ സ്വാമി പറഞ്ഞു അത്രേ, ഇതാണ് ആശീർവാദം എന്ന് വെച്ചാൽ ആദ്യം അപ്പൂപ്പൻ പോണം, പിന്നെ അച്ഛൻ പോണം, പിന്നെ മകൻ പോണം, ഇല്ലാതെ റിവേഴ്സ് ഓർഡറിൽ വരാൻ പാടില്ല എന്നത്രേ. അതുപോലെ ഇന്ന പുത്രമരണം കേച്ചിത്ത്, അവിടെ ഒരു പുത്രമരണവും വരാൻ പാടില്ല എന്ന് വെച്ചാൽ കറക്റ്റ് ഓർഡറിലേ പോണം. ദ്രക്ഷന്തി പുരുഷാ ക്വചിത്ത്, എല്ലാ പുരുഷനെയും രക്ഷിക്കണം. നാര്യശ്ച അവിധവാ നിത്യം, നാരി വിധവയാവാതെ നിൽക്കണു മാക്സിമം, അല്ലെ എപ്പോഴും ഇല്ല കേട്ടോ. ഭവിഷ്യന്തി പതിവ്രത, ഇനി അഥവാ വിധവയായാലും കൂടെയും അവിടെ പതിവ്രതയായിട്ട് തന്നെ, ഒരൊറ്റ ഏകപതിവ്രതമായിട്ട് തന്നെ ഇരിക്കണം. ന ചാഗ്നിജം ഭയം കിഞ്ചിത് നാപ്സ്യു മജ്ജന്തി ജന്തവഃ ന വാതജം ഭയം കിഞ്ചിത് നാഭിജ്വരകൃതം തഥാ. ആർക്കും ഒരു പേടിയോ പനിയോ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളാൽ ബുദ്ധിമുട്ടോ, അല്ലെ അഗ്നി വായുവിൽ നിന്നും ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവാതെ
ന ചാഭിഷുദ്ഭയം തത്ര ന തസ്കരഭയം തഥാ നഗരാണി ച രാഷ്ട്രാണി ധനധാന്യയുതാനി ച. അവിടെ ഒരു ശത്രുഭയവുമില്ല, തസ്കര ഭയവുമില്ല. തസ്കര എന്ന് പറഞ്ഞാൽ കള്ളഭയം, കള്ളനെ കുറിച്ച് പേടിയില്ല. നഗരവും രാഷ്ട്രവും ഒക്കെ ധനധാന്യാദി സമ്പത്തുക്കൾ കൊണ്ടെല്ലാം വളരെയധികം പുഷ്ടിയായിട്ട് നിന്നു. നിത്യം പ്രമുദിതാഹ സർവേ യഥാ കൃതയുഗേ തഥാ അശ്വമേധാശ്വതൈരിഷ്ട്വാ തഥാ ബഹുസുവർണകൈഃ. ഇവിടെ കൃതയുഗം എന്ന പോലെ യാഗയജ്ഞങ്ങളൊക്കെ നടന്നു. ഒരുപാട് യാഗയജ്ഞങ്ങൾ, പല ഇഷ്ടി എന്ന് പറഞ്ഞാൽ ഇഷ്ടികയെല്ലാം വെച്ചിട്ടുള്ള യാഗം, ഹോമങ്ങൾ ഒക്കെ നടന്നു. ഗാവാം കോടി അയുതം ദത്വാ, ഒരുപാട് പശുക്കളെയൊക്കെ ദാനം ചെയ്തു. വിദ്വദ്ഭ്യോ വിധിപൂർവകം, അതെല്ലാം വിധിപൂർവമായിട്ട് നടന്നു, നല്ല വിധിയാവണ്ണമൊക്കെ നടന്നു. അസംഖ്യേയം ധനം ദത്വാ, ഒരുപാട് ധനം കൊടുത്തു, ദാനം ചെയ്തു. ബ്രാഹ്മണേഭ്യോ മഹായശാ, ബ്രാഹ്മണ ദാനമൊക്കെ ചെയ്തു. ഒരു രാജ്യത്തിൽ എന്തെല്ലാം പരിപാലനം നടക്കണോ ആ പരിപാലനമൊക്കെ നടന്നു. കാരണം എന്താ ബ്രാഹ്മണ ദാനം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന് ഉഞ്ചവൃത്തിയാണ്, ഭിക്ഷയാണ്. ആ ഭിക്ഷയൊക്കെ കൊടുത്തു, ബ്രാഹ്മണന് ദാനം ചെയ്തു. ബ്രാഹ്മണ ദാനമാണ് പരമോന്നതമായ ദാനം എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ എന്തിനായിരിക്കണത്? ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. നിത്യം നമ്മളൊക്കെ ശുഭമായിട്ടും ഒക്കെ ഇരിക്കണമെങ്കിൽ, സൗഖ്യമായിട്ടിരിക്കണമെങ്കിൽ ഈ ബ്രാഹ്മണന്റെ യജ്ഞയാഗങ്ങളും അതിൻ്റെ ഫലവും ഒക്കെ വേണം. അതിൻ്റെ ജപ തപ ഒക്കെ ഫലമൊക്കെ നമുക്കാണ് കിട്ടുന്നത്. രാജവംശാക്ഷതഗുണാൻ സ്ഥാപയിഷ്യതി രാഘവഃ ചാതുർവർണ്ണ്യം ച ലോകേസ്മിൻ സ്വേ സ്വേ ധർമ്മേ നിയോക്ഷ്യതി. രാജവംശാക്ഷതഗുണാന്, രാജവംശത്തിലുള്ള ശതഗുണങ്ങളാ, 100 ഗുണങ്ങള്. സ്ഥാപയിഷ്യതി രാഘവഃ, ആ രാജ്യത്തില് പരിപാലിച്ചു. ചാതുർവർണ്ണ്യം ച ലോകേസ്മിൻ, ആ ചാതുർവർണ്ണ്യം അല്ലേ, ഏതൊക്കെ ആശ്രമത്തിൽ ജനിച്ചോ അവരവർക്ക് എന്തൊക്കെ കൃത്യമാണോ ചെയ്യേണ്ടത് ആ വർണ്ണാശ്രമത്തിന് വിരുദ്ധമായിട്ടൊന്നും നടക്കാത്ത സ്വേ സ്വേ ധർമ്മേ നിയോക്ഷ്യതി, അവരവരുടെ ധർമ്മം അവിടെ പരിപാലിക്കപ്പെട്ടു. ദശവർഷസഹസ്രാണി ദശവർഷശതാനി ച രാമോ രാജ്യമുപാസിത്വാ ബ്രഹ്മലോകം പ്രയാസ്യസി. ദശവർഷസഹസ്രാണി, 10,000 വർഷം. ദശവർഷം എന്ന് പറഞ്ഞാൽ 10 വർഷം എന്നർത്ഥം. 10 × സഹസ്രം, 10 × 1000, 10,000 വർഷം രാമൻ ഈ രാജ്യത്തെ ഉപാസിച്ചിട്ട്, ഭരിച്ചിട്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഉപാസന എന്ന് പറഞ്ഞാൽ രാജ്യം മാത്രം ലക്ഷ്യം, രാജ്യത്തെ മാത്രം ചിന്തിച്ചിരിക്കല്, അതാണ് ഒരു രാജാവിൻ്റെ ധർമ്മം. അവിടെ പത്നി ധർമ്മവും ഒക്കെ നമ്മൾ വിചാരം ചെയ്യണം. നോക്കൂ, പത്നിയെ കളഞ്ഞില്ലേ രാമൻ എന്നൊക്കെ നമ്മൾ പറയണുണ്ട്. എന്താ പത്നിയെ കളഞ്ഞത്? രാജ്യത്തെ ഉപാസിക്കണോ. ആ രാജ്യത്തെ ഉപാസിക്കണ ടൈമില് പത്നിയോ പുത്രനോ ഇതിൻ്റെ പാശത്തിലോ നമ്മൾ പെടാൻ പാടില്ല. അതാണ് വലിയൊരു ധർമ്മം, പരോധർമ്മം, പരമമായ ധർമ്മമാണ് രാമൻ സ്വീകരിച്ചിരുന്നത്. ആ രാമൻ ആ രാജ്യത്തെ ഉപാസിച്ച് പിന്നെന്ത് ചെയ്തു? ബ്രഹ്മലോകം പ്രയാസ്യതി, ആ ബ്രഹ്മലോകത്തിലേക്ക് രാമൻ ഗമിച്ചു. ഇദം പവിത്രം പാപഘ്നം പുണ്യം വേദൈശ്ച സംഹിതം യഃ പഠേത് രാമചരിതം സർവപാപൈ പ്രമുച്യത്തെ. ഇദം പവിത്രം പാപഘ്നം പുണ്യം വേദൈശ്ച സംഹിതം, വേദസമാനമായിട്ടുള്ള ഈ രാമായണം. ഇദം പവിത്രം പാപഘ്നം, ഇത് പവിത്രമാണ്, പാപത്തെ ഇല്ലാതാക്കുന്നതാണ്. യഃ പഠേത് രാമചരിതം, ഇതാരാണോ ഈ രാമചരിതം പഠിക്കണത്, ഗ്രഹിക്കണത്, പാരായണം ചെയ്യണത്, സർവപാപൈ പ്രമുച്യത്തെ. ഇനി ആർക്കെങ്കിലുമൊക്കെ പാപമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ജ്യോത്സ്യന്മാരും കേൾക്കണം, രാമായണം വായിക്കൂ പറയാ.
രാമായണത്തെ പാരായണം ചെയ്താലുണ്ടല്ലോ പാപമൊക്കെ അങ്ങോട്ട് പോകും. ഏതദാഖ്യാനമായുഷ്യം പഠൻ രാമായണം നരഃ സപുത്ര പൗത്ര സഗണഃ പ്രേത്യ സ്വർഗേ മഹീയത്തെ. ഒരു ആശീർവാദം, ഒരു സങ്കല്പം. ആരാണോ ഈ രാമകഥ പഠിക്കണത് അവന് ആയുഷ് വർദ്ധിക്കും, അവന് പുത്രപൗത്രാദികളോടുകൂടി തന്നെ സ്വർഗത്തിൽ, ഇപ്പൊ വീട്ടിലെങ്ങനെയാണോ അതുപോലെ സ്വർഗത്തിലും പോയി ഇരിക്കാം എന്ന് പറയണിരിക്കണു. ഇനി ഇതിന്റെ ഗുണശ്ലോകം പറയാണ്. പഠൻ ദ്വിജോ വാഗൃഷഭത്വമീയാത് സ്യാത് ക്ഷത്രിയോ ഭൂമിപതിത്വമീയാത് വണിജ്ജനഃ പണ്യഫലത്വമീയാത് ജനശ്ച ശൂദ്രോപി മഹത്വമീയാത്. ആരാണോ ഈ രാമായണം നിത്യം പഠിക്കണതായിട്ടുള്ള ബ്രാഹ്മണൻ, അവൻ വാകൃഷഭനായി മാറണു, അവൻ വാക്കില് അധിപതിയാവണു എന്ന് വെച്ചാൽ പ്രാണാധിപതിയാവണു. ദ്വിജഹ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്നർത്ഥം, 2 ജന്മമുള്ളവെന്നർത്ഥം. അതായത് ഉപനയന സംസ്കാരത്തിന് ശേഷം ഒരു ജന്മം കൂടെ വരണു എന്നർത്ഥം. ദ്വിജന് ബേർഡ് എന്നൊരർത്ഥവും കൂടെ ഉണ്ട്. ദ്വിജന് സന്യാസി എന്നർത്ഥമുണ്ട്. ദ്വിജന് ആത്മജ്ഞാനി എന്ന് കൂടെയും അർത്ഥം പറയണുണ്ട്. അവൻ ഒരു ദ്വിജൻ ഇത് പഠിച്ചാൽ അവൻ വാഗൃഷഭനായി മാറണു. ഒരു ക്ഷത്രിയൻ അത് പഠിച്ചാൽ ഭൂമിപതിയായി മാറണു. ഒരു ബിസിനസ്മാൻ ഇത് പഠിച്ചാൽ അവൻ്റെ ബിസിനസ് വിൽ അറൈസ്, അവന് ബിസിനസ് കൂടി വരും. അത്ര എന്ന് വെച്ചാൽ എല്ലാ തന്ത്രവും ഇതിലുണ്ട് എന്നർത്ഥവും. ശൂദ്രോപി മഹത്വമീയാത്, ശൂദ്രൻ അവൻ മഹത്തരമായ പദം സ്വീകരിക്കും. ഇതാണ് നമ്മുടെ ഈ പ്രഥമ സർഗം. നമ്മളിവിടെ രമണചരണ തീർത്ഥ സ്വാമികളുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദ്വിതീയ സർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതൊരു മഹായജ്ഞം. ഇതെന്ന് തീരും എന്നൊന്നും നമുക്ക് പറയാൻ വയ്യ. എന്ന് തീർന്നാലും തീർന്നില്ലെങ്കിലും നമ്മൾക്ക് പറയാനൊന്നേ ഉള്ളൂ. ഈ തത്വത്തെ ഗ്രഹിച്ച് സർവഗ്രന്ഥ കോടികളും ഏതൊരു തത്വത്തെയാണോ നമുക്ക് കാണിച്ചു തരണത്, ദിശന്തി കാണിച്ചു തരണത്, ആ തത്വം ആയിട്ടിരിക്കലാണ് പരമോന്നതമായിട്ടുള്ള ഉപനിഷത്ത് ധർമ്മം. ആ ധർമ്മം നമുക്ക് ആചാര്യന്മാരാലും നമ്മുടെ ഗുരുക്കന്മാരാലും ഒക്കെയും പരിപാലിക്കപ്പെടട്ടെ. നമുക്കെല്ലാം അതിൻ്റെ ഫലം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഥമ സർഗം സമർപ്പിച്ചുകൊണ്ട് നാളെ മുതൽ ദ്വിതീയ സർഗത്തിലേക്ക് നമുക്ക് കടക്കാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല.